ചക്കക്കുരു ഐസ്ക്രീമിന് ബെസ്റ്റ് കോമ്പിനേഷൻ. നനയണ്ടെന്നാണ് ഇനിയിപ്പോ വിളിച്ചു ചേരാൻ. എല്ലാരും എന്നെ കളിയാക്കുക. ഞാൻ പതിയെ പോകത്തുള്ളൂ, എനിക്ക് സ്പീഡില്ലെന്ന്. മുത്തച്ഛിക്ക് അറിയാമോ എന്നെ സ്ലോ മോഡാ ക്ലാസ്സിൽ വിളിക്കുന്നത്. മോനെ മാത്രമല്ലല്ലോ, മോന്റെ അച്ഛനും നമ്മളെല്ലാരും ഇങ്ങനെ ഇല്ലയോ? അതാ മുത്തച്ഛി ഞാൻ ചോദിച്ചത്, എന്താ ഞാനും അച്ഛനും മുത്തച്ഛനും എല്ലാരും ഇങ്ങനെ ആയി പോയത്? മോനെ അത് പണ്ട് ഈ കാട്ടില് ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിവുള്ളവരായിരുന്നു നമ്മള്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വൃത്തം തിരുമേനി വഴിയിലൂടെ പതിയെ നടന്നു പോകുമായിരുന്നു. മോന്റെ മുഴുമുത്തച്ഛനെ ആ വൃത്തനെ കളിയാക്കി. അതിൽ കോപം കൊണ്ട വൃത്തനെ മോന്റെ മുഴുമുത്തച്ഛനെ ശവിച്ചു. നിന്റെ വേഗത കൊണ്ടുള്ള അഹങ്കാരം എതിർക്കുന്നു, നാട്ടിലെ ഏറ്റവും വേഗത കുറഞ്ഞ ജീവിയായി മാറും എന്നായിരുന്നു ആ ശാപം. കുറച്ചു കഴിഞ്ഞാണ് മുത്തച്ഛന് മനസ്സിലായത് വൃത്തന്റെ വേഷത്തിൽ വന്നത് ഒരു മകർച്ചയായിരുന്നു. മതി മുത്തച്ഛി, മുത്തച്ഛിയുടെ പുഴുക്കഥ. ഈ കളിയാക്കലിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞാ മുത്തച്ഛി. ഞാൻ പറഞ്ഞു തന്നാ മതിയോ? മുത്തച്ഛൻ പറഞ്ഞ എടാ, നിനക്ക് അടുത്ത മാസം 18 വയസ്സ് തികയും. അത് കഴിഞ്ഞ് ലൈസൻസ് എടുത്താ നിനക്ക് ഞാൻ കാറ് മേടിച്ചു തരാടാ. അതാവുമ്പോ നിനക്ക് സ്പീഡിലങ്ങ് പൊക്കൂടെ? അത് ശരിയാ, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലല്ലോ. അത് ഞാൻ നിന്നെ ഓർത്ത് വിടാം. അവിടെ പോയി കഴിഞ്ഞാൽ നീ കാറല്ല ഹെലികോപ്റ്റർ വരെ ഓടിക്കാൻ പഠിക്കും. അതേതാ സ്ഥലം? പങ്കജാശന്റെ ഡ്രൈവിംഗ് സ്കൂൾ. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര് അമലനാണ്. ചെറുക്കനെ ഒരു നല്ല ഡ്രൈവറാക്കി എനിക്ക് തിരിച്ചു തരണം. എന്നെ അറിയാലോ, അത് ഞാൻ ഏറ്റ്. അപ്പൊ ശരിയെന്നാ പാടാ. അതിന് ഞാൻ ഇവനെ കൊണ്ടവിടെ പോന്നു. ഓ, അത് ഞാൻ മറന്നു.